കൊച്ചി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ടീം UDF എന്നാൽ ടീം കേരളം. കേരളം ജയിക്കും, UDF നയിക്കും. രാഹുൽ ഗാന്ധി. ടീം UDF എന്നാൽ ടീം കേരളം എന്ന് രാഹുൽ ഗാന്ധി. കേരളം ജയിക്കും, UDF നയിക്കും. കേരളത്തിൽ ജനങ്ങൾ മാറ്റത്തിന് തയ്യാർ. അവരെ കേൾക്കുന്ന, മനസ്സിലാക്കുന്ന, സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുന്ന സർക്കാരിനെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. UDFന്റെ ഓരോ സ്ഥാനാർത്ഥികളും ജനങ്ങളുടെ അഭിലാഷത്തെയും വിശ്വാസത്തെയും പ്രതിനിധീകരിക്കുന്നു. കേരളം തന്റെ വീട്, കേരളത്തിലെ ജനങ്ങൾ തന്റെ കുടുംബം, കേരളത്തിലെ ജനങ്ങൾ നൽകിയ സ്നേഹത്തിന് കടപ്പെട്ടിരിക്കുന്നു. പരിചയസമ്പന്നരായ മുതിർന്ന നേതാക്കളുടെയും യുവാക്കളുടെയും ടീമാണ് UDF സർക്കാരിനൊപ്പം കേരളത്തിന്റെ മികച്ച ഭാവിക്ക് വേണ്ടതെല്ലാം താനും ചെയ്യുമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷം, രാജ്യത്ത് പ്രീമിയം പെട്രോൾ വില വർദ്ധിച്ചു. ലിറ്ററിന് 2 മുതൽ 2.23 വരെയാണ് കൂടിയത്. ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ പവർ പെട്രോൾ തുടങ്ങിയവയ്ക്കാണ് വില കൂടിയത്. പശ്ചിമേഷ്യയിലെ സംഘർഷം വിലവർദ്ധനവിന് കാരണമായെന്നാണ് റിപ്പോർട്ട്. സാധാരണ പെട്രോൾ, ഡീസൽ നിരക്കുകൾ മാറ്റമില്ലാതെ തുടരുന്നു. ഇറാന്റെ വാതകപ്പാടങ്ങൾ വീണ്ടും ലക്ഷ്യമിട്ടാൽ സംയമനം പാലിക്കില്ല. മുന്നറിയിപ്പുമായി അബ്ബാസ് അരഗ്ചി. ഇറാന്റെ വാതകപ്പാടങ്ങൾ വീണ്ടും ലക്ഷ്യമിട്ടാൽ സംയമനം പാലിക്കില്ലെന്ന മുന്നറിയിപ്പുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി. അമേരിക്കയുടെ അഭ്യർത്ഥന മാനിച്ച് ഇറാന്റെ വാതകപ്പാടങ്ങൾ ഇനി ആക്രമിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതിന് പിന്നാലെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചിയുടെ പ്രതികരണം. ഇനി ആക്രമിച്ചാൽ സംയമനം പാലിക്കില്ല. ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾ ഇറാന്റെ ആക്രമണ ശേഷിയുടെ ചെറിയ അംശം മാത്രമെന്നാണ് പ്രതികരണം. അതിനിടെ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ സുരക്ഷിതമായ ഗതാഗതം ഉറപ്പാക്കുവാൻ സഹായിക്കാൻ തയ്യാറാണെന്ന് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലാൻഡ്സ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളും ജപ്പാനും സംയുക്ത പ്രസ്താവനയിലൂടെ അറിയിച്ചു. കോഴിക്കോട് 5 പഞ്ചായത്തുകളിൽ പക്ഷിപ്പനി. 15,000 പക്ഷികളെ നാളെ കൊന്നെടുക്കും. കോഴിക്കോട് 5 പഞ്ചായത്തുകളിൽ പക്ഷിപ്പനി. പനങ്ങാട്, ഒളവണ്ണ, കക്കുടി, പെരുമണ്ണ, നല്ലളം എന്നിവിടങ്ങളിലാണ് പക്ഷിപ്പനി. 15,000 പക്ഷികളെ നാളെ കൊന്നെടുക്കും. 20 അംഗ RRT സംഘത്തെ രൂപീകരിച്ചു. വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു. ആശങ്ക വേണ്ടെന്ന് മൃഗസംരക്ഷണ വകുപ്പ്. മനുഷ്യരിലേക്ക് പകരില്ല. പക്ഷിപ്പനി സ്ഥിരീകരിച്ച 10 കിലോമീറ്റർ പരിധിയിൽ നിരീക്ഷണം നടത്തും. പക്ഷിപ്പനി സ്ഥിരീകരിച്ച മേഖലയിലെ വിൽപ്പന അനുവദിക്കില്ലെന്ന് ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് ഓഫീസർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇറാനിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേലും അമേരിക്കയും. IRGC വക്താവ് കൊല്ലപ്പെട്ടു. ഇറാനിൽ ആക്രമണം കടുപ്പിച്ച ഇസ്രായേലും അമേരിക്കയും. മിസൈൽ ആക്രമണത്തിൽ IRGC വക്താവ് കൊല്ലപ്പെട്ടു. ജനറൽ അലി മുഹമ്മദ് നൈനിയാണ് കൊല്ലപ്പെട്ടത്. വാർത്ത IRGC സ്ഥിരീകരിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് നൈനി കൊല്ലപ്പെട്ടത്. ഒരാഴ്ചയ്ക്കിടെ ഇറാന് നഷ്ടമാകുന്ന 4ാമത്തെ ഉദ്യോഗസ്ഥനാണ് അലി മുഹമ്മദ് നൈനി. അലി ലാരിജാനി, ഖോലം രേസ സുലൈമാൻ, ഇസ്മായിൽ ഖത്തീബ് എന്നിവരാണ് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥർ. അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ആക്രമണത്തിൽ ഇറാന്റെ സൈനിക ശേഷി തകരുന്നുവെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഇറാന്റെ പ്രത്യാക്രമണ ശേഷി കുറഞ്ഞതായും യുദ്ധം അതിവേഗം അവസാനിക്കും എന്നുമാണ് USന്റെയും ഇസ്രായേലിന്റെയും വിലയിരുത്തൽ. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വീഡിയോ ഉപയോഗിച്ച് വർഗീയ പരാമർശം. ബി ഗോപാലകൃഷ്ണനെതിരെ KSU പരാതി. BJPയുടെ ഗുരുവായൂർ മണ്ഡലം സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണനെതിരെ പരാതി. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വർഗീയ പ്രചാരണം നടത്തുന്നു എന്നാണ് KSU ആരോപണം. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വീഡിയോ ഉപയോഗിച്ച് വർഗീയ പരാമർശം നടത്തി. KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകിയത്. മത്സരിക്കുന്നതിൽ നിന്നും അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ് പരാതി. ഗോപാലകൃഷ്ണൻ ക്ഷേത്ര പരിസരത്ത് വെച്ച് വീഡിയോ ചിത്രീകരിച്ചെന്നും ഇത് ചട്ടലംഘനമാണെന്നും കാട്ടി ടെമ്പിൾ പോലീസിലും പരാതി നൽകി. വൈദ്യസഹായമില്ലാതെ അക്യുപങ്ക്ചർ ചികിത്സയിലൂടെ പ്രസവം. അണുബാധയെ തുടർന്ന യുവതിക്ക് ദാരുണാന്ത്യം. വൈദ്യസഹായമില്ലാതെ അക്യുപങ്ക്ചർ ചികിത്സയിലൂടെ പ്രസവിച്ച യുവതിക്ക് ദാരുണാന്ത്യം. ചവക്കാട് എടക്കഴിയൂർ സ്വദേശി ഇബ്രാഹിമിന്റെ ഭാര്യ 37-കാരിയായ മുഹസിനെയാണ് അണുബാധയെ തുടർന്ന് മരിച്ചത്. വീട്ടിൽ പ്രസവിച്ച യുവതിയുടെ കുഞ്ഞും ജനുവരിയിൽ മരിച്ചിരുന്നു. യുവതിക്ക് ചികിത്സ നൽകാത്തതിന് പിന്നിൽ അക്യുപങ്ക്ചറിസ്റ്റായ ഭർത്താവാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ഇതിനു മുൻപ് 6 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ട്. 37-കാരിയായ മുഹസിന 7ാമത്തെ പ്രസവം വീട്ടിൽ വൈദ്യസഹായമില്ലാതെയാണ് നടന്നത്. ജനുവരിയിലായിരുന്നു പ്രസവം. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കുഞ്ഞു മരിച്ചു. തീർത്തും അവശയായ യുവതിയെ ബന്ധുക്കളെ ഒന്ന് കാണാൻ പോലും സമ്മതിച്ചിരുന്നില്ല എന്നാണ് ആരോപണം.
മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.